സാബുമോൻ സായിക്കും ടീമിനും 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ കിച്ചൺ ടീമായിട്ട് തെരഞ്ഞെടുത്തത് സായിയും ടീമിനെയുമായിരുന്നു. പക്ഷേ വിശന്ന് പണ്ടാരമടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കിട്ടിയത്. അതുമാത്രവുമല്ല, വേകാത്ത ചോറ്. ആ ചോറ് തിന്നാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടു എന്നാണ് ഗസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഈ ഹോട്ടലിലേക്ക് വരുവാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ കിച്ചൺ ഡ്യൂട്ടിക്കാർ വെറുപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ HR മാനേജരെ വിളിച്ചിട്ട് സാബുമോൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതിന്റെ മേൽ ആക്ഷൻ എടുക്കണം. ഇതിനകത്തൊരു മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ HR മാനേജർ അവിടെ പോയി കാര്യം അന്വേഷിക്കേണ്ടത് എന്താ സംഭവിച്ചതെന്ന്. ആദ്യം പറയുന്നത് നന്ദനയായിരുന്നു. നന്ദന പറഞ്ഞത് ഇവിടുത്തെ ഹോട്ടൽ ഓണേഴ്സ് വന്നിട്ട് മുട്ട ബുൾസൈ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടാണ് സമയം പോയത് എന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു മുട്ട ഉണ്ടാക്കിയതൊന്നുമല്ല, ഉച്ചയായപ്പോഴാണ് ശരിക്കും അവർക്ക് ഡ്യൂട്ടി സ്വിച്ച് ചെയ്ത് കിട്ടിയത് തന്നെ. ആ സമയം കൊണ്ടാണ് പിന്നീട് അവർ ഇത്രയും ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അരിയൊക്കെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണ്ടേ? അതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം. അതല്ലാതെ മനഃപൂർവ്വമായിട്ട് ഗസ്റ്റിനെ ആക്ഷേപിക്കാനോ വിശപ്പിക്കാനോ വേണ്ടി ഞങ്ങൾ ചെയ്തതല്ല എന്ന് പറയുന്നു. ഈ മെസ്സേജുമായിട്ട് HR വീണ്ടും ഗസ്റ്റിന്റെ അടുക്കൽ ചെല്ലുന്നു. കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ പറയുന്നത് ഒരു തരത്തിലും എനിക്ക് ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട, നിങ്ങളുടെ കിച്ചൺ ഡ്യൂട്ടിക്കാരുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന വീഴ്ചയാണ്, നിങ്ങൾ അതിനെതിരെ നടപടിയെടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ അടുത്തതിനി നടപടിയെടുക്കുക എന്നുള്ളതാണ്. എന്ത് നടപടിയാണ് വേണ്ടത്? ഇവരെ ഡ്യൂട്ടിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ നടപടി. പക്ഷേ അവർ കരഞ്ഞ് കാല് പിടിക്കുകയാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് സാർ, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. എന്തായാലും അവസാനവട്ട ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും HR മാനേജർ പോവുകയാണ്. അങ്ങനെ ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് ഈ ഡ്യൂട്ടിക്കാരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ എന്നോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ വിശദീകരണങ്ങളൊന്നും കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്ന ടിപ്പിൽ നിന്നും 20 കോയിൻ എനിക്ക് മടക്കി തരണം. ടിപ്പ് മടക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. എന്നാൽ അത് തരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞിട്ട് ഗസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തൊരു തന്ത്രശാലിയാണ് നമ്മുടെ സാബുമോൻ! എത്ര കൃത്യമായിട്ടുള്ള മൈൻഡ് ഗെയിമുകളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ രണ്ട് കൂട്ടരെയും ഒരുപോലെ പൂട്ടുകയാണ്. HR കുടുങ്ങി, കിച്ചൺ ഡ്യൂട്ടിക്കാരും കുടുങ്ങി. അവസാനം HR ഡ്യൂട്ടിക്കാരും തമ്മിൽ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. കിച്ചൺ ഡ്യൂട്ടിക്കാർ പോയി HR മാനേജറുടെ കാല് പിടിക്കുന്നു. HR മാനേജർ പോയിട്ട് സോറി പറയുന്നു. HR മാനേജറുടെ സോറി കേട്ടുകൊണ്ട് ഗസ്റ്റ് ചോദിക്കുകയാണ്, വല്ലവരുടെയും കാര്യത്തിന് വേണ്ടി ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ സോറി പറയാൻ വേണ്ടി വരുന്നത്? എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിനകത്ത് നടപടി എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്തു കാണിക്കുക. അതിനപ്പുറത്ത് കൂടുതൽ എന്നോട് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കാൻ. ഋഷി ആകെപ്പാടെ തേഞ്ഞു. വീണ്ടും സായിയുടെയും അപ്സരയുടെയും ശരണ്യയുടെയും ഒക്കെ മുൻപിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ പോയി സോറി വരെ പറഞ്ഞു, എന്നിട്ടും പുള്ളിക്കത് കേൾക്കുകയേ വേണ്ട. അയാൾ എന്നെ ആക്ഷേപിച്ച് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ നടപടികളൊന്നുമില്ല, ആ പൈസ തിരിച്ചു തന്നേ പറ്റുള്ളൂ. ആ സമയത്ത് സായി പറയുന്നു, തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകും. എന്ത് നടപടികൾ വേണമെങ്കിൽ എടുത്തു, പക്ഷേ ആ പൈസ ഞങ്ങൾക്ക് തന്നതാണ്, ആ പൈസ ചെലവായി പോയിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആ സാധനം ഇല്ല, അതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ HR മാനേജരും ഈ കിച്ചൺ ഡ്യൂട്ടിക്കാരും തമ്മിൽ വലിയ സംഘടനത്തിലേക്ക് വരികയാണ്. ഇതിനിടയ്ക്ക് അപ്സര 2-3 പ്രാവശ്യം ഋഷിയെ സാർ എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ ചെന്നു. ഉടനെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ കലിപ്പെല്ലാം കൂടെ തീർക്കാനായിട്ട് അപ്സരക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങി ഋഷി. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ബഹളമായി, ആൾക്കാർ കൂടാൻ തുടങ്ങി. ഉടനെ തന്നെ അപ്സര അവിടെ നിന്ന് പതുക്കെ അങ്ങ് സ്കൂട്ടായി. ഇല്ലായിരുന്നുവെങ്കിൽ അത് ഇന്നലത്തെ അപ്പുറത്തെ വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്തായാലും ഇപ്പോൾ HR വിളിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. തരാൻ സമ്മതമില്ല, കൊടുക്കില്ല. അതിനകത്ത് എന്ത് നടപടിയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായി. ഒടുവിൽ ഇപ്പോൾ HR വെട്ടിലായിരിക്കുകയാണ്. കളി തീർന്നിട്ടില്ല. ഇതിന്റെ എൻഡ് എവിടെയാണ് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ജാഗ്രതയോടുകൂടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് കാണുവാൻ വേണ്ടി. ഇതിലൂടെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്: ഈ ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും കിച്ചൺ ഡ്യൂട്ടിക്കാർക്ക് ഇനിയൊരു ടിപ്പ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നില്ല. അവസാനമായിട്ട് അറിയേണ്ടത്, ഹോട്ടൽ മാനേജ്മെന്റിനോട് HR പേരിൽ കംപ്ലൈന്റ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഗസ്റ്റ് പോകുമോ, അതോ കിച്ചൺ ഡ്യൂട്ടിക്കാർക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. ഇതിനിടയ്ക്ക് മാനേജ്മെന്റ് വന്ന് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കിത് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമായി പോയതുകൊണ്ട് അവര് പെട്ടെന്ന് കൈയൊഴിഞ്ഞ് വിട്ടുമാറുകയായിരുന്നു. എന്തായാലും അവസാനം ഋഷിയെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കളി അവസാന ലെവലിലേക്ക് വരികയാണ്.